രാവിലെ 9:35. ബിഗ് ബോസിൻ വേദിയിൽ വന്നൊരു സിംഹം അനീഷ് എന്ന പേരിൽ തരംഗമായവൻ വാക്കുകൾ കൊണ്ട് കോട്ടകൾ നിശ്ചയദാർഢ്യം നെഞ്ചിലേറ്റിയവൻ നമ്മൾ തേടും പോരാളി നീ ശാന്തമായ മുഖമുള്ളിൽ അഗ്നിതൻ വീര്യം നേരിന്റെ പാതയിൽ തളരാത്ത ചുവടുകൾ യുക്തിയും ബുദ്ധിയും ആയുധമാക്കി കളിക്കളത്തിൽ എന്നും മലയാളിക്കരയൊന്നാകെ വാഴ്ത്തുന്നു നിന്നെ. വീഴ്ചകൾ വന്നാലും തോൽക്കാത്ത വീരൻ തമാശകൾ പെയ്യുന്ന സ്നേഹത്തിൽ രൂപം വിജയക്കൊടി പാറിക്കാൻ നീ വരികയാൽ ജനമനസ്സുകളിൽ നീ എന്നും പ്രിയപ്പെട്ടവൻ. ബിഗ് ബോസിൻ വേദിയിൽ വന്നൊരു സിംഹം അനീഷ് എന്ന പേരിൽ തരംഗമായവൻ വാക്കുകൾ കൊണ്ട് കോട്ടകൾ തീർക്കും നിശ്ചയദാർഢ്യം നെഞ്ചിലേറ്റിയവൻ അനീഷ് നമ്മൾ പോരാളി നീ. ശാന്തമായ മുഖമുള്ളിൽ അഗ്നിതൻ വീര്യം നേരിന്റെ പാതയിൽ തളരാത്ത ചുവടുകൾ യുക്തിയും ബുദ്ധിയും ആയുധമാക്കി കളിക്കളത്തിൽ എന്നും മുന്നിലായി മലയാളിക്കരയൊന്നാകെ വാഴ്ത്തുന്നു നിന്നെ. വീഴ്ചകൾ വന്നാലും തോൽക്കാത്ത വീരൻ തമാശകൾ പെയ്യുന്ന സ്നേഹത്തിൻ ചങ്ങാതി നിലപാടിൽ ഉറച്ചു നിൽക്കും. 26 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ജോർജ് സാർ മരണമടയുകയാണ്. പക്ഷെ മരണമടയുമ്പോഴും അഭിമാനം എല്ലാരും പറയും ഈ ജോർജ് സാർ എന്താണ് ഈ മാന്യത, ആരാണ് ഈ മാന്യത? ആരുമില്ലാത്ത വീട്ടിൽ കുളിമുറി കുത്തിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കുന്നവരാണോ മാന്യത? അല്ല, അയാൾ കുളിമുറിയിൽ എന്ത് ചെയ്യുന്നു എന്നതിലല്ലേ മാന്യത? എങ്കിൽ ഏത് കുളിമുറിയിലും കുറ്റിയിട്ടും കുറ്റിയിടാതെ ഈ ജോർജ് സാർ ഇത് എന്റെ കഥയാണ്. ഈ കഥയിലെ നായകൻ ഈ ജോർജ് സാറല്ല. ഓർക്കാൻ പോലും ഈ കഥയിൽ ശാന്തമായ മുഖമുള്ള പാതയിൽ തളരാത്ത ചുവടുകൾ 9:35. 26 വർഷത്തെ ഔദ്യോഗിക ജീവിതത്തിന് ശേഷം ജോർജ് സാർ മരണമടയുകയാണ്. പക്ഷെ മരണമടയുമ്പോഴും അഭിമാനം എല്ലാരും പറയും ഈ ജോർജ് സാർ എന്താണ് ഈ മാന്യത, ആരാണ് ഈ മാന്യത? ആരുമില്ലാത്ത വീട്ടിൽ കുളിമുറി കുത്തിയിട്ട് ഒറ്റയ്ക്ക് കുളിക്കുന്നവരാണോ? അല്ല, അയാൾ കുളിമുറിയിൽ എന്ത് ചെയ്യുന്നു എന്നതിലല്ലേ മാന്യത? എങ്കിൽ ഏത് കുളിമുറിയിലും കുറ്റിയിട്ടും കുറ്റിയിടാതെ ഈ ജോർജ് സാർ കുളിക്കും. അനീഷ് എന്ന പേരിൽ തരംഗമായവൻ വാക്കുകൾ കൊണ്ട് കോട്ടകൾ തീർക്കും.